ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ CMR എക്സാലോജിക് ഇടപാട് കേസിൽ CMRലിന് ഇരട്ടപ്രഹരം. ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ്. കേസിൽ അറസ്റ്റ് പാടില്ല എന്നും സിവിൽ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നും ആണ് നിർദ്ദേശം. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ അന്വേഷണത്തിൽ 2 ആഴ്ച സാവകാശം വേണമെന്ന ആവശ്യവും തള്ളി. അതേസമയം അന്വേഷണത്തിൽ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ED ഡയറക്ടർ രാഹുൽ നവീൻ പങ്കെടുക്കുന്ന നിർണായക യോഗം കൊച്ചിയിൽ ചേരുകയാണ്. ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം പ്രോസിക്യൂട്ടർമാരുടെയും യോഗം ചേരും. ശ്യാം ദേവരാജും SS ശരണും PR സുനിലും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ശ്യാമിലേക്കാണ്. ശ്യാം, ഏറ്റവും നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ED ഈ ദിവസം വരെ സമൻസ് അടക്കമുള്ള കാര്യങ്ങൾ വൈകിപ്പിക്കാൻ കാരണവും കോടതി എന്ത് പറയുന്നു എന്നത് കേൾക്കാനായിരുന്നു. നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നു. ഇരട്ടപ്രഹരമാണ് CMRലിന്. മാധു, അങ്ങനെ തന്നെയാണ്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് CMRലിന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു. അത് ഒന്നാമത്തേത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നതായിരുന്നു ഡിവിഷൻ ബെഞ്ചിൽ CMRL ഉയർത്തിയ ആവശ്യം. ആ ആവശ്യം ഹൈക്കോടതി തള്ളി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. രണ്ടാമത്തേത് അപ്പീൽ നൽകാനുള്ള സാവകാശം നൽകണം. അതിനുവേണ്ടി 2 ആഴ്ചത്തേക്ക് ഈ ഡിവിഷൻ ബെഞ്ച് വിധി തടയണം, അല്ലെങ്കിൽ EDയുടെ അന്വേഷണം തടയണമെന്ന ആവശ്യവും കൂടി വിധിക്ക് തൊട്ടു പിന്നാലെ CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ആവശ്യമുയർത്തി. പക്ഷേ ആ ആവശ്യവും അംഗീകരിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തയ്യാറായില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതിന്റെ ഉത്തരവിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് തുറന്ന കോടതിയിൽ വായിച്ചത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സിവിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ EDക്ക് വിലക്കില്ല. അതിന് ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ഒഫൻസോ അല്ലെങ്കിൽ ഒരു പ്രെഡിക്കേറ്റഡ് ഒഫൻസിന്റെ ആവശ്യമില്ല. അറ്റാച്ച്മെന്റ് അഥവാ സ്വത്ത് കണ്ടുകെട്ടലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാം. അതിന് ഏതെങ്കിലും രീതിയിൽ നിയമപരമായ ഒരു വിലക്കില്ല. ഈ PMLA നിയമത്തിന്റെ 5(2) വകുപ്പ് അനുസരിച്ച് അത്തരമൊരു കാര്യം നിയമം തന്നെ വിലക്കുന്നില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തരം സിവിലായിട്ടുള്ളൊരു അന്വേഷണം നടത്താൻ കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യം ആവശ്യമില്ല എന്ന് കൂടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തത്. പരിധി ലംഘിക്കുന്നു, ഷെഡ്യൂൾഡ് ഓഫൻസ് ഇല്ലാതെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊക്കെയായിരുന്നു പ്രതിരോധം. ആ പ്രതിരോധങ്ങളൊക്കെ പാളുകയാണ് ശ്യാം. അങ്ങനെ തന്നെയാണ്. CMRL ഉയർത്തിയ എല്ലാ വാദങ്ങളും ഹൈക്കോടതി തള്ളുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുന്നത്, CMRL ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം, ഇതിലൊരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം പാടില്ല, അത് നിയമവിരുദ്ധമാണ് എന്ന കാര്യമാണ്. മാത്രമല്ല EDക്ക് അതിനുള്ള അധികാരപരിധിയില്ല എന്ന വാദവും കൂടി ഹൈക്കോടതിയിൽ CMRL ഉയർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആ വാദം സമ്പൂർണ്ണമായി കോടതി തള്ളുകയാണ്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത്, PMLA നിയമത്തിന്റെ 5(2) വകുപ്പ് പ്രകാരം സിവിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. സ്വത്ത് കണ്ടുകെട്ടലും അതിനുള്ള അന്വേഷണവും അടക്കമുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നടത്തുകയും ചെയ്യാം. ഇതിന് കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന ഒരു കുറ്റകൃത്യം ആവശ്യമില്ല എന്നതാണ്. പക്ഷേ കോടതി അക്കാര്യത്തിൽ തന്നെ മറ്റൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ PMLA നിയമത്തിലെ 3ഉം 4ഉം വകുപ്പുകൾ എന്നത് ക്രിമിനൽ നടപടിക്രമവുമായി ബന്ധപ്പെട്ട പീനൽ ഒഫൻസസ് ആണ്, പീനൽ സെക്ഷൻസ് ആണ്. കാര്യങ്ങൾ ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് കോടതി വിധിയുടെ ആ പരാമർശങ്ങൾ. ആ ഭാഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് അത് വീണാച്ചിക്കും CMRലും അടക്കം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഭയക്കേണ്ടതില്ല. പക്ഷേ അതേസമയം സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള കാര്യങ്ങളുമായി സിവിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാം, സിവിൽ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതും തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. PR സുനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സുനിൽ, കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതാണ്, സംസ്ഥാനത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ സമര പരമ്പരകളായിരുന്നു ED റെയ്ഡുമായി അടക്കം നമ്മൾ കണ്ടത്. പക്ഷേ ഒരുപക്ഷെ അന്ന് EDയെ ഏറെക്കുറെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ED ഉദ്യോഗസ്ഥർ നേരിട്ട് ആക്രമിക്കുന്നു. ഇനിയിപ്പോൾ EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അറസ്റ്റ് മാത്രമാണ് വിലക്കുള്ളത്. റെയ്ഡോ അല്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടലോ അടക്കമുള്ള ഏത് കാര്യങ്ങൾക്കും വിലക്കില്ല, സ്വതന്ത്രമായിരിക്കുന്നു. അത് തീർച്ചയായും അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. റെയ്ഡ് നടത്താം, സ്വത്തുക്കൾ കണ്ടുകെട്ടാം, സമൻസ് അയച്ച് ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കാം, അതുപോലുള്ള നടപടികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് പോകാം. തീർച്ചയായും രാഷ്ട്രീയമായി CPMനെ പ്രതിരോധത്തിലാക്കുന്ന ഹൈക്കോടതി തീരുമാനം തന്നെയാണ് വന്നിരിക്കുന്നത്. CMRLന്റെ ഈ ഹർജിയിൽ ഒരുപക്ഷെ അന്വേഷണം തടയുന്ന ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് CPM അടക്കം പ്രതീക്ഷിച്ചത്. അതല്ല ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇനിയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ വളരെ നിർണായകമായിരിക്കും. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ കേസിൽ ഇപ്പോഴത്തെ ഹൈക്കോടതി തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ED അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും ഹൈക്കോടതിയുടെ ഇന്നത്തെ തീരുമാനം ചോദ്യം ചെയ്ത് CMRL സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. ഹൈക്കോടതി വിധി അടിയന്തരമായി റദ്ദാക്കണം എന്നായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണം എന്നായിരിക്കും CMRLന്റെ ആവശ്യം. ഏതായാലും ആ കോടതി നടപടികൾ സുപ്രീം കോടതിയിൽ ഒരുപക്ഷെ സമീപ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഈ കേസിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്ന്
ഇന്നു മുതലുള്ള വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ED നീക്കം വളരെ പ്രധാനപ്പെട്ട തന്നെയായിരിക്കും. ഒരുപക്ഷെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനായി നോട്ടീസ് നൽകും, സമൻസ് നൽകും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും പിണറായി വിജയന്റെ വസതിയിലടക്കം 12 ഇടങ്ങളിൽ ED നടത്തിയ റെയ്ഡ് കേരളത്തിൽ വലിയ വിവാദമായിരുന്നു, വലിയ പ്രതിഷേധങ്ങളായിരുന്നു. അതിനിടയിലാണ് ED ഓഫീസർമാർ ആക്രമിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം കേരളത്തിൽ തുടരുന്നുണ്ട്. ഏതായാലും അതിനിടയിലാണ് ഇനി ED വീണ്ടും ഇതേ കേസിൽ അന്വേഷണ നീക്കവുമായി മുന്നോട്ട് പോകാൻ പോകുന്നത്. ശരി.